Whatever you do, don't lose the Lord. Lose everything, lose everyone, but don't lose the Lord. Hello guys, welcome to yet another episode of my YouTube channel. ഇന്ന് പാർട്ട് 2 സെക്കൻഡ് ഡേ മുംബൈയാണ്. സോ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, ഉടുപ്പി എന്നിട്ട്. അവിടെ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. സോ കാണാം. ഇതാണ് ഗായ്സ് നമ്മൾ വന്നിട്ടുള്ള ഹോട്ടൽ. AC റൂമാണ്. ഇത് മെയിൻ റോഡാണ്. ഇതിൻ്റെ അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷനുള്ളത്. ഉടുപ്പി ടു മുംബൈ, അതാണ് ഹോട്ടലിൻ്റെ പേര്. സോ ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. മസാല ദോശ വിത്ത് എക്സ്ട്രാ ബട്ടർ 165 രൂപയാണ്. എക്സ്ട്രാ ബട്ടറിന് കുറച്ചും കൂടി റേറ്റ് കൂടും. സോ നമുക്ക് ഫുഡ് കഴിക്കാം. കാണുന്നില്ലേ എൻ്റെ മസാല ദോശയും ഞാനും. അപ്പല്ല, ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ല മസാല ദോശ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ കൂടുതലും എന്തോ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും ബിസ്ക്കറ്റ്സൊക്കെ തിന്നാറ്. പിന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ മോസ്റ്റ്ലി അതിനെ കിട്ടാൻ ടാസ്ക് അല്ല, കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കിട്ടും. ഞങ്ങൾ ചോദിച്ചും ഞാൻ തിന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഉച്ചയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുക ബാക്കി സാധനങ്ങളൊക്കെ. ഞാനൊരു ഫിൽറ്റർ കോഫിയും അതേപോലെ വടാപാവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാമല്ലോ എന്ന് വെച്ചിട്ട്. നന്നായി മസാല ദോശ. ഐ ഡോണ്ട് ലൈക്ക് ദീസ് മസാല ദോശ. മസാല ദോശ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും, എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കണം മേ ബി. കാണാൻ നല്ല ക്രിസ്പിയൊക്കെ ആട്ടോ, ബട്ട് എനിക്കിഷ്ടമായില്ല. ഓക്കെ, ബാക്കി ഞാൻ കഴിച്ചിട്ട്. ഹായ് ഗൈസ്, അങ്ങനെ മസാല ദോശ ടേസ്റ്റ് ചെയ്ത് വിജയകരമായി ഫ്ലോപ്പ് ആയിട്ടുണ്ട്. സോ നമ്മളിനി വടാപ്പാവ് ടേസ്റ്റ് ചെയ്യാം. എന്തോ ഒരു ഐ തിങ്ക് തേങ്ങയാണെന്ന്, പിന്നെ മറ്റേ മുളക് പൊരിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി പൊട്ടാറ്റോ ഫില്ലിംഗ് ആയിരിക്കും. ആൻഡ് പിന്നെ ഒരു ബജ്ജി. ഇത് ബണ്ണല്ല, സോഡ പൗഡറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. എന്തൊരു ടേസ്റ്റ്. ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, സ്പൈസി ചിക്കൻ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല എഴുതിണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങയും കുഴപ്പമില്ല. ട്രൈ ചെയ്ത് നോക്കിട്ട്. നമ്മള് ഡാബറിന്ന് ചർച്ച് ഗേറ്റിലേക്ക് ട്രെയിൻ കയറാൻ. എന്നിട്ട് ചർച്ച് ഗേറ്റിൽ നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് ബസ് ഉണ്ടാവും. സോ നമ്മളിപ്പോൾ ചർച്ച് ഗേറ്റിൽ എത്തിക്കുന്നത്. ഇതാണ് മെമ്മോ ഉണ്ടാവും, ഇഷ്ടംപോലെ മെമ്മോസ് ഉണ്ടാവും ഡാബറിൽ. സോ നമ്മളിപ്പോൾ എത്തിച്ചിട്ടുണ്ട് സ്റ്റോപ്പിൽ. ഇനി ബസ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ടാക്സി വെച്ചിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിന് അങ്ങോട്ട് പോകാൻ. സോ ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് എത്തിയിട്ടുണ്ട്. റീൽസ് വിത്ത് റിയാലിറ്റിയാണ് ആക്ച്വലി. ഭയങ്കര തിരക്കാം. സി ദാറ്റ് ഈസ് ഇന്ത്യ ഗേറ്റ് ഓഫ് ഇന്ത്യ. അതാണ് താജ്. ഇത് രണ്ടും എടുത്തെടുത്താണ്. അതാരോ ഫ്ലാറ്റ്, എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഫേമസ് വല്ലതാണ്. തിരക്ക്. സീ ദ ക്രൗഡ്. ഇത്രയും തിരക്കുണ്ട്. ഇവിടെ ബോട്ട് സഫാരി ഉണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ. ഗേറ്റ് ഓഫ് ഇന്ത്യൻ്റെ അടുത്ത് തന്നെ ബോട്ട് സഫാരി അവൈലബിൾ ആട്ടോ. ക്യൂ. സോ പോണ്ട. കം ഓൺ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ സ്റ്റാർബക്സിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. സോ ഞാനൊരു മാച്ച ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തിരാമസു ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവരോട് ഇവിടുത്തെ ബെറ്റർ സജഷൻ ചോദിച്ചിട്ട് അവർ ഞങ്ങളാണ്. പിന്നെ ഇത് എന്തോ ചിക്കൻ എന്തോ ഫാസിൻഷോ എന്തോ ഒരു സാധനം പേര് വന്നിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ ലാസ്റ്റ് ടൈം പോയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവക്കാടൻ്റെ ആയിരുന്നു. ഇത് തോന്നുന്നു ചൈനീസ്. ഇത് അവക്കാട. സോ നമുക്ക് പിന്നെ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്, സ്റ്റാർബക്സ് എവിടെ വരുന്നത് വെച്ചാൽ
ഇവിടെ പിസ്സ എക്സ്പ്രസ്സും അതേപോലെ കുറേ വെറൈറ്റി ഫുഡ് ഷോപ്പ് ഉണ്ട്. താജും ഇന്ത്യൻ ഗേറ്റും ഒരു സ്ഥലത്താണ്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറേ ഫുഡ് സ്പോട്ട് വരുന്നുണ്ട്. സോ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പേടിക്കണം, ഇഷ്ടം പോലെ ഷോപ്പുണ്ട്. സോ ഗായ്സ്, മാച്ച് ചെയ്യേണ്ടത് എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ 100-ൽ -1 കൊടുക്കും. തീരെ ടേസ്റ്റില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. ചായ കുടിക്കണവരുണ്ട്, കട്ടൻ ചായ കുടിക്കണവരുണ്ട്. അതൊന്ന് വൈ സ്റ്റാർബക്സ് അല്ലാതെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ദിസ് വൺ ഈസ് സോ ബാഡ്. എനിക്കിഷ്ടമല്ല. സോ വന്ന് ട്രൈ ചെയ്യുന്നൊരു ആലോചന വേണ്ടും ട്രൈ ചെയ്യും. മുംബൈ നിയർ താജ് ആൻഡ് ഇന്ത്യ ഗേറ്റ്. സി സ്ട്രൈറ്റ് പോയാലാണ് ഇന്ത്യ ഗേറ്റ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കണക്കിന് കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട്. സ്റ്റാർബക്സ് ആൻഡ് ഇവിടെ തന്നെ പിസ്സ എക്സ്പ്രസ് ഉണ്ട്. പിസ്സ എക്സ്പ്രസ് ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആ കാണുന്നത്, അവിടെ നിന്ന് കാണുന്നില്ല, അതാണ് പിസ്സ എക്സ്പ്രസ്. അതാ പിസ്സ എക്സ്പ്രസ്. സ്റ്റാർബക്സ് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഫുഡൊന്നും വലിയ പോരാ. പിന്നെ ബാക്കി ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഭയങ്കര തിരക്കാന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാട്ടോ. ശരിക്കും റീൽസ് വേർഡ്സ് റിയാലിറ്റിയാണ്. നടക്കുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കാൻ കുറച്ച് സ്പേസ് കിട്ടും നടക്കാൻ. ഓക്കെ, നമ്മൾ കൊളാബ മാർക്കറ്റിൽ പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സ്ഥലം കവർ ചെയ്യാം. ഒന്ന് ഇന്ത്യ ഗേറ്റ്, ദെൻ താജ്, പിന്നെ കുറേ ഫുഡ് സ്പോട്ട് നമുക്ക് കവർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഏത് കൊളാബ മാർക്കറ്റ്. സോ നമ്മൾ കൊളാബ മാർക്കറ്റിലേക്ക് പോവാണ്. ഓക്കെ, സോ ഗായ്സ്, ഇതൊക്കെ ഇന്ത്യ ഗേറ്റിക്കും താജുക്കൊക്കെ പോകുന്ന ആൾക്കാരായിട്ട്. ഇത്രയും തിരക്കുണ്ട് ഇവിടെ. മേ ബി ന്യൂ ഇയർ ആയിട്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. എന്തായാലും ലിറ്ററലി ഇത്രയും തിരക്കുണ്ട് ഇവിടെ. നമുക്ക് നടക്കുമ്പോൾ ഇടിച്ച് ചാവോന്ന് വരെ തോന്നും. ആ കാണുന്നത് എന്താന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് ഇവിടെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പേരൊക്കെ ഉണ്ടാവും, ഐ ഡോണ്ട് നോ. എനിവേ, എനിക്ക് ആഗ്രഹം കുറച്ച് സ്ഥലങ്ങൾ. ഇതാണ് മാർക്കറ്റ്. നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാമ്പ് നല്ല തിരക്കാട്ടോ. അന്ന് ഇനി നമ്മള് മറൈൻ ഡ്രൈവിലേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെ മറൈൻ ഡ്രൈവ്. കുറച്ച് നടക്കാനുള്ളൂ. കുറച്ച് മീൻസ് 1 കിലോമീറ്റർ ഉണ്ട് നടക്കാട്ടോ. നമ്മൾ ഡാബറിലേക്ക് പോവാണ്. ചർച്ച് ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ട്രെയിൻ കയറി, മെമ്മോ കയറി. ഇനി നമ്മൾ ഡാബർക്ക്, എന്നിട്ട് നമ്മൾ ഇനി ഡാബർക്ക് പോവാണ്. ഡാബറിലാണ് ട്രെയിന്, 9:30 ട്രെയിൻ. ചത്ത് ലൂസ് മോഷൻ ഒന്നും ഗൈസ്. അവിടെ നല്ലപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എക്സാം കിട്ടുമ്പോൾ നല്ലപോലെ എടുക്കണ്ട്. ഓക്കെ ഗൈസ്, ഗായ്സ് സി, ഇതാണ് ഇവിടുത്തെ തിരക്ക്. മനസ്സിലായോ? എന്താ തിരക്ക്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ പോവാണ്. സോ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആണിത്. നമ്മൾ ട്രെയിന് 9:30-9:30ക്കാണ്. സോ ഞാനൊരു പുളി ബജ്ജി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഗായ്സ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ പിന്നെ